ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും PSC മന്ദിരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മാർച്ച് മാസത്തിലെ ബുള്ളറ്റിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ: ഉറുദു കവി ഗുൽസാർ, സംസ്കൃത പണ്ഡിതനായ രാംഭദ്ര ആചാര്യ. 21 ലക്ഷം രൂപയും വാഗ്ദേവി ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഗുൽസാറിൻ്റെ യഥാർത്ഥ പേര് സംപൂരൻ സിംഗ് കൽറ എന്നാണ്. രാംഭദ്ര ആചാര്യയുടെ പേര് ഗിരിധർ. ഗുൽസാർ ഉറുദു കവിയും രാംഭദ്ര ആചാര്യ സംസ്കൃത പണ്ഡിതനുമാണ്. ഇവർക്ക് രണ്ടുപേർക്കുമാണ് 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2024 ഫെബ്രുവരി 17 വിജയകരമായി വിക്ഷേപിച്ച ISROയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS. 2024 ഫെബ്രുവരി 17 വിജയകരമായി വിക്ഷേപിച്ച ISROയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS. 2024 ഏഷ്യൻ ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യ. ഫൈനലിൽ തായ്ലൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. 2024 ഏഷ്യൻ ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യ. 2022-23 സ്വരാജ് ട്രോഫി പുരസ്കാരം: മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. 2ാം സ്ഥാനം കൊല്ലത്തിനാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് 3 ബ്ലോക്ക് പഞ്ചായത്തുകളാണ്: കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, കോട്ടയം ജില്ലയിലെ വൈക്കം. 2022-23 സ്വരാജ് ട്രോഫി പുരസ്കാരം: മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ 3 നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. മികച്ച ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ. മികച്ച നഗരസഭ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ. സംസ്ഥാന റവന്യൂ അവാർഡുകൾ: മികച്ച കളക്ടറേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കളക്ടറേറ്റാണ്. മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലാ കളക്ടറായ ജെറോമിക് ജോർജ്. സംസ്ഥാന റവന്യൂ അവാർഡുകളിൽ മികച്ച കളക്ടറേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കളക്ടറേറ്റ്. മികച്ച ജില്ലാ കളക്ടർ തിരുവനന്തപുരം ജില്ലാ കളക്ടറായ ജെറോമിക് ജോർജ്. രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത നിലവിൽ വന്നതെവിടെ? ജമ്മു കാശ്മീരിൽ. T50 എന്നാണ് ഈ തുരങ്കപാതയ്ക്ക് പേരിട്ടിട്ടുള്ളത്. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയിലാണ് T50 സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ നീളം 12.77 കിലോമീറ്ററാണ്. രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത നിലവിൽ വന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. 77ാമത് ബാഫ്റ്റ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹൈമർ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. ചിത്രം ഓപ്പൺഹൈമറാണ്. മികച്ച നടൻ കിലിയൻ മർഫി. ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടി എമ്മ സ്റ്റോൺ. ചിത്രം പുവർ തിങ്സ്. 77ാമത് ബാഫ്റ്റ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹൈമർ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. മികച്ച നടൻ കിലിയൻ മർഫി. മികച്ച നടി എമ്മ സ്റ്റോൺ. ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് അമേരിക്കയുടെ ഒഡീസിയസ്. ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് അമേരിക്കയുടെ ഒഡീസിയസ് ആണ്. ഐക്യകേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരിക്കുന്നതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് പിണറായി വിജയനാണ്. സി അച്യുതമേനോൻ്റെ റെക്കോർഡാണ് ഇദ്ദേഹം മറികടന്നത്. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യ സംഘത്തെ നയിക്കുന്ന മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യ സംഘത്തെ നയിക്കുന്ന മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആഞ്ചനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ഛായാഗ്രാഹകൻ സന്തോഷ് ശിവൻ. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആഞ്ചനോ ട്രിബ്യൂട്ട് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ഛായാഗ്രാഹകനാണ് സന്തോഷ് ശിവൻ. 2024 കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് നേടിയത് സന ഇർഷാദ് മട്ടു. പുലിസ്റ്റർ പുരസ്കാര ജേതാവും കാശ്മീർ സ്വദേശിനിയുമാണ് സന ഇർഷാദ് മട്ടു.
2024 കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് നേടിയത് സന ഇർഷാദ് മട്ടുവാണ്. ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാൺ. ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിതയാണ് ജസീന്ത കല്യാൺ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി ചുമതലയേറ്റത് വി ഹരിനായർ. ഇദ്ദേഹം മുൻ നിയമ സെക്രട്ടറി ആയിരുന്നു. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി ചുമതലയേറ്റത് വി ഹരിനായർ. വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ഗോംബസ് സാമൂരിനോറം. വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസാണ് ഗോംബസ് സാമൂരിനോറം. സാമൂതിരിമാരോടുള്ള ബഹുമാനാർത്ഥമാണ് ആ പേര് നൽകിയത്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് സ്വന്തമാക്കിയത് ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൺ. നമീബിയൻ താരമായ ജാൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റൺ ആണ് 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് സ്വന്തമാക്കിയത്. നേപ്പാളിനെതിരായ മത്സരത്തിൽ 33 പന്തിലാണ് താരം സെഞ്ചുറി നേടിയത്. 2024 സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാരം നേടിയ സാഹിത്യകാരൻ എം മുകുന്ദനാണ് 2024 സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാരം നേടിയത്. കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേറ്റത് ജോർട്ടി എം ചാക്കോ. കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേറ്റ വ്യക്തിയാണ് ജോർട്ടി എം ചാക്കോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റായി ചുമതലയേറ്റത് പ്രഭാവോ സുബിയാന്റോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റായി ചുമതലയേറ്റത് പ്രഭാവോ സുബിയാന്റോ. കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് വിപിൻ ചന്ദ്ര അഞ്ചാര്യ. കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസാണ് വിപിൻ ചന്ദ്ര അഞ്ചാര്യ. ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. കരസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ആത്മകഥ അതിജീവനം. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. മലയാറ്റൂർ ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാര ജേതാവ് സാറ ജോസഫ്. കൃതി എസ്തേർ. യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹയായത് രജനി സുരേഷ്. കൃതി വള്ളുവനാടൻ വിഷുക്കുടുക്ക. മലയാറ്റൂർ ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാര ജേതാവാണ് സാറ ജോസഫ്. കൃതി എസ്തേർ. യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹയായത് രജനി സുരേഷാണ്. കൃതി വള്ളുവനാടൻ വിഷുക്കുടുക്ക. വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് നേടിയത് ഷബ്നിം ഇസ്മായിൽ. ദക്ഷിണാഫ്രിക്കൻ താരമായ ഷബ്നിം ഇസ്മായിലാണ് വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് നേടിയത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ 132.1 km/h വേഗതയിൽ പന്തെറിഞ്ഞാണ് മുംബൈ ഇന്ത്യൻസ് താരം റെക്കോർഡിട്ടത്. അടുത്തിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ സ്ഥിതി ചെയ്യുന്നതെവിടെ? കൊൽക്കത്ത. കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയുടെ അടിയിലാണ് ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ സ്ഥിതി ചെയ്യുന്നത്. 71ാം മിസ് വേൾഡ് കിരീടം നേടിയത് ചെക്ക് റിപ്പബ്ലിക്കൻ താരമായ ക്രിസ്റ്റീന പിസ്കോവ. സെക്കൻഡ് യാസ്മിന സെയ്മാൻ. ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെട്ടിക്ക് ടോപ്പ് 4-ൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. 71ാം മിസ് വേൾഡ് കിരീടം നേടിയത് ചെക്ക് റിപ്പബ്ലിക്കൻ താരമായ ക്രിസ്റ്റീന പിസ്കോവയാണ്. ലബനൻ താരം യാസ്മിന സെയ്മനാണ് സെക്കൻഡ് പൊസിഷൻ. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാല. കോട്ടയം ജില്ലയിലെ മഹാത്മാഗാന്ധി സർവകലാശാലയാണ് ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാല. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ല വയനാട്. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലയാണ് വയനാട്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവികത്താവളം INS ജഡായു.
ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവികത്താവളമാണ് INS ജഡായു. 2024 മാർച്ചിൽ ഇന്ത്യ നടത്തിയ അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പിന്റെ പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര. 2024 മാർച്ചിൽ ഇന്ത്യ നടത്തിയ അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പിന്റെ പരീക്ഷണത്തിന് നൽകിയ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതെവിടെ? അരുണാചൽ പ്രദേശിലാണ് സെലാക് തുരങ്കം. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമാണ് സെലാക് തുരങ്കം. സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ. രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സാഹിത്യകാരി PK രാധാമണി. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരിയാണ് PK രാധാമണി. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി AS രാജീവ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് AS രാജീവ്. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാരത്നം പുരസ്കാരത്തിന് അർഹരായവർ ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകുൾ. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായവരാണ് ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകൂട്ട്. ട്രീസ ജോളി ബാഡ്മിൻ്റൺ താരമാണ്. ജിലുമോൾ മാരിയറ്റ് ജന്മന 2 കൈകളുമില്ലാതെ വിവിധ ജീവിത പ്രതിസന്ധികളെ അതിജീവിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുത്ത ഏഷ്യയിലെ തന്നെ ആദ്യ വനിതയാണ്. വിജി പെൺകുട്ട് അസംഘടിത മേഖലയിലെ പെൺതൊഴിലാളികൾക്കായി എന്നും പോരാട്ടം നടത്തി വന്ന സ്ത്രീകളുടെ കൂട്ടായ്മയായ പെൺകൂട്ട് എന്ന സംഘടനയുടെ അമരക്കാരിയാണ്. അന്നപൂർണി സുബ്രഹ്മണ്യം ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. 2024 രാജിവെച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ. 2024 രാജിവെച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അരുൺ ഗോയൽ. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചതെവിടെ? മലപ്പുറം ജില്ലയിലാണ് എജ്യൂപോർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എജ്യൂപോർട്ട്. സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ സ്റ്റാർ ഓഫ് ദി മന്ത് അവാർഡ് നേടിയത് യശസ്വി ജയ്സ്വാൾ. ഫെബ്രുവരിയിലെ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ സ്റ്റാർ ഓഫ് ദി മന്ത് അവാർഡ് നേടിയത് യശസ്വി ജയ്സ്വാൾ. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ സർക്കാർ OTT പ്ലാറ്റ്ഫോം സി സ്പേസ്. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ സർക്കാർ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. നെതർലൻഡിലെ ഇറാസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന 2024 ഇറാസ്മസ് പ്രൈസ് നേടിയത് അമിതാവ് ഘോഷ്. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാവ് ഘോഷാണ് നെതർലൻഡിലെ ഇറാസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന 2024 ഇറാസ്മസ് പ്രൈസ് നേടിയത്. ഇനി 96ാമത് ഓസ്കാർ അവാർഡ്സ് നോക്കാം. 96ാമത് ഓസ്കാർ അവാർഡിൽ 7 പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണ് ഓപ്പൺഹൈമർ. മികച്ച ചിത്രം, സംവിധായകൻ, നടൻ, സഹനടൻ തുടങ്ങിയ 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. മികച്ച ചിത്രം ഓപ്പൺഹൈമർ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. ചിത്രം ഓപ്പൺഹൈമർ ആണ്. മികച്ച നടൻ കിലിയൻ മർഫി. ചിത്രം ഓപ്പൺഹൈമർ. മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. ചിത്രം ഓപ്പൺഹൈമർ. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എമ്മ സ്റ്റോൺ. ചിത്രം പുവർ തിങ്സ്. മികച്ച സഹനടി ഡവൈൻ ജോയ് റാൻഡോൾഫ്. ചിത്രം ദി ഹോൾഡ് ഓവേഴ്സ്. 96ാമത് ഓസ്കാർ അവാർഡ്സിൽ 7 പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണ് ഓപ്പൺഹൈമർ. മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് ഓപ്പൺഹൈമർ ആണ്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. മികച്ച നടൻ കിലിയൻ മർഫി. മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. മികച്ച നടി എമ്മ സ്റ്റോൺ. ചിത്രം പുവർ തിങ്സ്. മികച്ച സഹനടി ഡവൈൻ ജോയ് റാൻഡോൾഫ്. ചിത്രം ദി ഹോൾഡ് ഓവേഴ്സ്. ഇനി നമുക്ക് ഈ മാസത്തിൽ അന്തരിച്ച പ്രമുഖ വ്യക്തികളെ നോക്കാം.
വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അന്തരിച്ചു. 2006 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. ബോളിവുഡ് യുവനടി സുഹാസിനി ഭട്നാഗർ അന്തരിച്ചു. ദംഗൽ എന്ന സിനിമയിലെ ബാലതാരമായാണ് സുഹാസിനി പ്രശസ്തിയായത്. ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസം മൈക്ക് പ്രോക്ടർ അന്തരിച്ചു. ജൈന ആചാര്യൻ വിദ്യാസാഗർ മഹാരാജ് അന്തരിച്ചു. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ വ്യക്തിയാണ് ഫാലിയസ് നരിമാൻ. മുൻ രാജ്യസഭാ അംഗവും പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമാണ്. ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് 1991 പത്മവിഭൂഷൺ ലഭിച്ചത് 2007. കഥകളി ആചാര്യൻ വാഴയങ്കട വിജയൻ അന്തരിച്ചു. കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പലാണ്. പ്രശസ്ത സിനിമാ സംവിധായകൻ കുമാർ സാഹ്നി അന്തരിച്ചു. തിരക്കഥാകൃത്തും ഡോക്യുമെന്ററി സംവിധായകനുമായ നിസാം റാവുത്തർ അന്തരിച്ചു. പ്രശസ്ത ചലച്ചിത്രകാരൻ ദലിത് ബന്ധു എന്നറിയപ്പെടുന്ന NK ജോസ് അന്തരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഭാസുരേന്ദ്ര ബാബു അന്തരിച്ചു. ദലിത് ബന്ധു എന്നറിയപ്പെടുന്ന പ്രശസ്ത ചരിത്രകാരനാണ് NK ജോസ്. ഇത്രയുമാണ് മാർച്ച് മാസത്തിലെ ബുള്ളറ്റിലെ ചോദ്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്